ഐഡിയാസ് നമ്മൾ ഇന്നൊരു ഇൻസ്പയർഡ് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് പാറ്റേൺ വേണം. അപ്പോൾ ഇതുപോലെ നമ്മൾ പാറ്റേൺ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സിനായാലും മടിയുള്ളവർക്കൊക്കെ പറ്റിയ ഡിസൈനാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഭയങ്കര സിമ്പിളാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വെറും 1 മണിക്കൂർ ഒന്നും വേണ്ട ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വി നെക്കാണ് വരുന്നത്. വി നെക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ലൈൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോകുന്നുണ്ട്. അതിനുശേഷം അതിലിങ്ങനെ റൗണ്ടാണ് വരുന്നത്. കുട്ടി റൗണ്ട് കേട്ടോ. കുട്ടി റൗണ്ട് വരച്ചിട്ട് ഇതാ ഇങ്ങനെ 2 സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ലീഫ് വരച്ചു കൊടുക്കുക. കുഞ്ഞ് ലീഫ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ലീഫ് വരച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള ഇൻസ്പയർഡ് ഡിസൈനൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വരയ്ക്കാനും സിമ്പിളാണ്, നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനും സിമ്പിളാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ താഴത്തേക്ക് ഒരു പോർഷൻ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇപ്പുറത്തായിട്ടും ആ ഒരു നെക്കിലായിട്ടും ഇതേ സെയിം തന്നെ വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡിസൈൻ. റൗണ്ട് വരച്ചു കൊടുക്കുക. റൗണ്ടിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുക, 2 ലീഫ് ചേർത്ത് വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ശേഷം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ത്രെഡ് വേണം. ഇതിപ്പോൾ ചന്ദന കളർ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോട്ടൻ്റെ ത്രെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഞാനിവിടെ ഗോൾഡൻ്റെ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു ഇൻസ്പയർഡ് ലുക്ക്, അതായത് ആ ഒരു പിക്ചറിൽ നമുക്ക് സർദോസി വർക്കാണ് ലീഫിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സർദോസി എടുക്കാവുന്നതാണ്. ഗോൾഡ് കളറിലുള്ള സർദോസി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൗണ്ടിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിന് നമുക്ക് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ കുട്ടി ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. റിംഗ് നോട്ട് ചെയ്യാൻ പാടായാലും ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഭയങ്കര സിമ്പിളല്ലേ ഈ ഒരു ഡിസൈൻ. പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ, വി നെക്കുള്ള പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ റൗണ്ടിലായിട്ടും നമുക്കിതുപോലെ ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേർന്ന കളർ ത്രെഡ് എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഒരു കുർത്തി ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ത്രെഡാണ് നമ്മുടെ മെറ്റീരിയൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഡൗട്ട് വരുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് കാണാത്തവർക്കായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ത്രെഡ് എടുക്കുന്ന ടൈമിൽ ആങ്കർ ത്രെഡാണ് കോട്ടൺ ത്രെഡിൽ ആങ്കർ ത്രെഡാണ് നല്ലത്. മനസ്സിലായോ? ഉടുപ്പിൽ ചെയ്യാൻ, അതായത് ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് കളർ പോകത്തില്ല. നമ്മൾ മറ്റേ 4 രൂപയ്ക്കോ 5 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ത്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പോവും. രംഗോലി ത്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളർ പോവും. അത് നമുക്ക് ചെയ്ത് പഠിക്കാൻ കൊള്ളാം. അതായത് പോപ്ലിൻ കോട്ടൻ്റെ മെറ്റീരിയലിലോ വേറെ ഏതെങ്കിലും മെറ്റീരിയലിലോ ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കത്തില്ലേ, അതിന് നമുക്ക് രംഗോലി ത്രെഡോ ഡോളിയുടെ ത്രെഡ് ബിഗിനേഴ്സ് എടുക്കണ്ട. കാരണം പാടാണ്, നിങ്ങൾക്ക് ബിഗിനേഴ്സിന് പാടാണ്. അപ്പോൾ ത്രെഡ് എടുക്കുക. രംഗോലി ത്രെഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? പക്ഷേ നമുക്ക് മെയിൻ മെറ്റീരിയലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കർ ത്രെഡ് എടുക്കുക. അതാണ് ബെറ്റർ. കോട്ടൺ ത്രെഡിൽ ആങ്കർ ത്രെഡാണ് നല്ലത്. അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ക്ലാസ് ഉടനെ തന്നെ നമുക്ക് ഒരു 50 ക്ലാസ് ചെയ്യാം. ഷോർട്സ് ആക്കി ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്കും കാണാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. എനിക്ക് വീഡിയോ എടുക്കാനും ഉള്ളൊരു ഒരു എളുപ്പമാവും. അപ്പോൾ
ലോങ് വീഡിയോ ചെയ്താൽ നിങ്ങൾ കാണില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് ഷോർട്സ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. അതായത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പിടികിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഒരു 50 ക്ലാസ് ഷോർട്സ് ആക്കി സിൽക്ക് ത്രെഡിൻ്റെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് സിൽക്ക് ത്രെഡ് എങ്ങനെ മാനേജ് ചെയ്യാം കാര്യങ്ങളെല്ലാം ഞാൻ ആ കുറച്ച് വീഡിയോസിൽ, ആ ഒരു 50 വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. സിൽക്ക് ത്രെഡ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പക്കയായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് ലീഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റീരിയൽ, അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സരദോസി എടുക്കാം. കാരണം പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് സരദോസിയുടെ ലീഫാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിലിപ്പോൾ സരദോസി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ബീഡ്സ് എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ സരദോസി എടുക്കാം ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഒന്നുകൂടെ ഒരു എടുപ്പായിട്ട് തോന്നിയത് കട്ട് ബീഡ് തന്നെയാണ് കേട്ടോ. അത് ആ ഒരു തംബ്നെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്ത വർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കത് കുറച്ചുകൂടെ എടുപ്പായിട്ട് തോന്നി. കട്ട് ബീഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്ന ലീഫ് ഈ ഒരു 3 കട്ട് ബീഡ്സ് വീതം ചരിച്ച് വെച്ച് കൊടുക്കുന്ന ലീഫാണ് കേട്ടോ ഇവിടെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ചൊന്ന് വലിയ സൈസാണ്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഏറ്റവും ചെറിയ സൈസ് എടുക്കാം. ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സൈസ് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സിമ്പിൾ വർക്കൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അതായത് ബിഗിനേഴ്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്ന ഈ പാറ്റേൺ ഡിസൈനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക്, അതിപ്പോൾ ബിഗിനേഴ്സിനല്ല കേട്ടോ, എല്ലാവർക്കും ഡൗട്ട് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ അത്യാവശ്യം കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് റിപ്ലൈ തരാനായിട്ട് ഒട്ടും സമയം വരാത്തപ്പോൾ ഞാനത് എഴുതി വെച്ചിട്ട് വീഡിയോ ആക്കി ഞാനൊരു വീഡിയോ Q&A എടുത്ത് വെച്ചിരിക്കുകയാണ്. അതെന്തായാലും ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളെ കുറേ ഡൗട്ട്, സ്റ്റാൻഡിൻ്റെ കാര്യങ്ങളും ത്രെഡിൻ്റെ ഒക്കെ ഞാൻ കുറേ ഡൗട്ട് ഇങ്ങനെ ഒരു Q&A വീഡിയോ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാനിപ്പോൾ ഇവിടെ സരദോസിക്ക് പകരം കട്ട് ബീഡ് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ തന്നെ നമ്മൾ താഴത്തേക്കും ആ ഒരു വലത് സൈഡിലും നെക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. എനിക്ക് തോന്നുന്നത് ഇതിൽ വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. ലീഫ് ചെയ്യുക,
ത്രെഡ് വെച്ചിട്ട് ഫ്ലവർ ചെയ്യുക. അത്ര കാര്യമേ ഉള്ളൂ. പൈസയും കുറവാണ്. സത്യം പറഞ്ഞാൽ ഒരു 10-20 രൂപയുടെ ഇതിൽ നമുക്ക് ഒറ്റ ത്രെഡ് മതി. ഒരൊറ്റ ആങ്കർ ത്രെഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ കൊടുത്ത് ഒറ്റ ത്രെഡും 10 രൂപയുടെ കട്ട് ബീഡ്സ് മൊത്തം വേണ്ട നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഇൻസ്പയർഡ് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ഈ ഒരു ഐഡിയ, അതായത് ഈ ഒരു കട്ട് ബീഡ് വെച്ച് ലീഫ് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. സർദോസ് വെച്ച് ലീഫ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡിയേഴ്സ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്